ടീം മാനേജർ എന്ത് വന്നാലും ഞാനാ ബലി. ബെഡലിസം ആണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാക്കി കളയത്. നാളെ അതല്ലേ പാട്ടൊക്കെ പാടിയാണ് എല്ലാം കാണിക്കല്ലോ. മനസ്സിനകത്ത് ഒരു 1-നും 10-നും ഇടയിലുള്ള നമ്പർ വിചാരിക്കാം. 1 and 1. ഓക്കെ, എന്നാ നോക്കിക്കോ, വെറുതെ നോക്കിക്കോ. നോക്കുന്നില്ല, നോക്കുന്നവിടെ 1-നും 10-നും ഇടയിൽ അല്ല. ഇങ്ങനെ തിങ്കിങ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ വേണ്ടി മാത്രമേ ഉണ്ടാവും. പെട്ടെന്ന് മനസ്സിനകത്ത് തോന്നുന്നത് 6-7 ആണോ? 6 എന്ന് ആദ്യം പറഞ്ഞു. 6 അല്ല, 7 ആണ്. 7 ആണ്. അവിടെ ചാടുന്ന എനിക്ക് തോന്നി. ശരി, ഓക്കെ. സാറിന് തോന്നുന്നു സാർ ജയിച്ചു. സാർ ഈ ഫോൺ കഴിഞ്ഞോളൂ. സാർ നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി ഫ്രണ്ടിലേക്ക് ഉണ്ടോ? അപ്പൊ നമുക്ക് ഇതിനകത്ത് 1-നും 100-നും ഇടയിലുള്ള നമ്പർക്ക് മനസ്സിൽ വിചാരിക്കാവോ? 1-നും 100-നും ഇടയിൽ 2 അക്കം വരുന്ന നമ്പറാണോ വിചാരിച്ച്? ശരി, അതിന് 2 അക്കങ്ങൾ മനസ്സിനകത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാവോ? മനസ്സിനകത്ത് ഇങ്ങനെ 2 അക്കങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കാവോ? ഫോർ എക്സാമ്പിൾ ഇപ്പൊ 52 എന്നാണെങ്കിൽ 52 അല്ല, ശരി, 52 എന്നാണെങ്കിൽ 5-2 ശരി. അപ്പൊ എന്താണോ സാർ വിചാരിച്ചോണ്ടിരിക്കുന്നത് ആ ഒരു കാര്യങ്ങൾ മനസ്സിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കാം. ഞാൻ എന്തിനാണ് ഫോൺ തന്നെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല, ഞാൻ പറയാം കേട്ടോ, അത് പറയാം. അതിന് മുന്നേ ആ നമ്പേഴ്സ് എന്താണോ അത് ജസ്റ്റ് മനസ്സിനകത്ത് വിചാരിച്ചോണ്ടിരിക്കുക. അപ്പൊ അതിനകത്ത് എൻ്റെ ഒരു നോട്ട് പാഡ് ഉണ്ട് ഫോണിനകത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള. അതിനകത്ത് കുറെ സെലിബ്രിറ്റീസിന്റെ ലിസ്റ്റും അതിന്റെ ഷോസിന്റെ ലിസ്റ്റും കുറെ ഐറ്റംസിന്റെ ലിസ്റ്റും ഒക്കെ ഉണ്ട്. സാർ ജസ്റ്റ് സെലിബ്രിറ്റീസിന്റെ ലിസ്റ്റിലേക്ക് ഞാനൊന്ന് കൊണ്ടുവരാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ഒരു സെലിബ്രിറ്റി വിചാരിക്കുക, അങ്ങനെ എന്താ നമ്പർ മാത്രം ഫോക്കസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് നമ്പർ 1-നും 100-നും ഇടയിൽ വിചാരിച്ചോ? ഇനി മാറ്റുമോ? ഓക്കെ, ശരി. എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്, മനസ്സിലാന്ന് വിചാരിച്ചോണ്ടിരിക്കുക. ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് ഡിജിറ്റ് എന്താണോ അത് വിചാരിച്ചോണ്ടിരിക്കുക. സാധാരണ കണക്ട് ചെയ്ത് 7 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേ ബി അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്പർ വിചാരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ സാറ് കുറച്ചുകൂടി അവരായിട്ട് തിങ്ക് ചെയ്യുന്ന, സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്യുന്ന കംപ്ലീറ്റ്ലി എന്നാ ഓക്കെ കംപ്ലീറ്റ് തെറ്റിക്കാവുന്ന കാര്യം ചെയ്യുന്നുണ്ടാവും. എനിക്ക് ആരുടെയെങ്കിലും ഒരു ഫോൺ, ഒരു നോട്ട് പാഡ് എന്തെങ്കിലും ഒന്ന് തരാമോ? സംതിങ് ഓപ്പൺ ആക്കി തരാം. സാർ ഞാൻ ജസ്റ്റ് അതിനകത്തൊരു കാര്യം ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. ഇതിന്റെ നോട്ട്സ് എടുത്തോട്ടാണ്, നോട്ട്സ് മാത്രം എടുക്കുന്നതോട്ടെ പേടിക്കുന്നത്. അതും കേട്ടോ, ശരി. ഇതൊക്കെ ഞങ്ങളുടെ ഹുക്കാണ്. മേ ബി ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയണ്ടേ, വായിക്കൊന്നും വേണ്ട. ഇത് ലോക്ക് ചെയ്ത് കയ്യിൽ തന്നെ വെച്ചോട്ടോ. സാർ ഫോർ ദ ഫസ്റ്റ് ടൈം എന്താണ് സാറ് വിചാരിക്കുന്ന നമ്പർ ഒന്ന് പറയാമോ? ലാസ്റ്റ് ആയിട്ട് വിചാരിച്ചോണ്ടുള്ള നമ്പർ ഇത് മാറ്റി പറയാം. ഒറ്റ നമ്പർ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. എത്ര? 99. ഇതെനിക്ക് നേരത്തെ അറിയാനായിട്ട് ചാൻസ് ഇല്ല. സാർ ലാസ്റ്റ് ചാൻസ് സാർ 99 തന്നെ മതിയോ, ചേഞ്ച് ചെയ്യണം? ഓക്കെ, താങ്ക് യു. ആ സാർ ആ ഫോണൊന്ന് കൊണ്ടുവരാം. എന്റെ പാസ്വേഡ് ഒന്ന് അറിഞ്ഞു കൊടുത്തല്ല, പാസ്വേഡ് ഒന്ന് അറിഞ്ഞു കൊടുത്തു. ശരി, അതിന്റെ ഓക്കെ, ഞാനൊരു കാര്യം കാണിച്ചു തരാം. ജസ്റ്റ് ഞാനത് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് എവിടെയോ നോട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് കിടപ്പുണ്ട്. സാർ ഇത് നോക്കുന്ന സമയത്ത് ഒരുപാട് ലിസ്റ്റ് കാണാൻ വരുന്നുണ്ട് അല്ലേ? ഇതിനകത്ത് നമ്മളിപ്പോൾ സെലിബ്രിറ്റീസിന്റെ ഈ ഒരു ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് സെലിബ്രിറ്റീസിനെ കാണാൻ പറ്റുന്നുണ്ട്. സാർ പറഞ്ഞ ഫസ്റ്റ് നമ്പർ എത്രയായിരുന്നു ഓർമ്മയുണ്ട്? 7 അല്ലേ? 7 ആയിരുന്നെങ്കിൽ ടോം ക്രൂസ് ആണ്. ആക്ടർ ടോം ക്രൂസ്. ഇതിനകത്ത് ഓരോന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ സെലിബ്രിറ്റീസ് ആണ്. ഇതിനകത്ത് 99 വരുന്ന ആരാണെന്ന് നോക്കാവോ? ആരാ വരുന്നത്? മൈക്കിൾ ജാക്സൺ ആണ് 99 വരുന്നത് അല്ലേ? അവിടുന്ന് ഓൾറെഡി റിയാക്ഷൻസ് വന്നു തുടങ്ങി. അതിനകത്ത് ഞാൻ എഴുതി വെച്ചൊരു കാര്യം എന്താണെന്ന് നോക്കാവോ? ഇത് വേറെ ഒന്നും റിപ്പീറ്റ് ചെയ്തില്ല, ഇതെല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? താങ്ക് യു സോ മച്ച് സാർ. സന്തോഷം കാണാൻ പറ്റിയതിലും ചെയ്യാൻ പറ്റിയത്. എല്ലാവർക്കും ആശംസകൾ.